അറിയേണ്ടത്. നിങ്ങൾ ശരിക്കും സീറോ മലബാർ സഭയുടെ കത്തോലിക്ക സഭയുടെ മെത്രാന്മാർ തന്നെയാണോ സഭയിലെ ഇന്നത്തെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം? എറണാകുളത്തെ സഭാ വിരുദ്ധതയ്ക്ക് കാരണം നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ സ്വയമേ ഇവിടെ സമ്മതിച്ചിരിക്കുകയാണ്. പഞ്ചക്ഷത മെത്രാന്മാര് ഭൂമി കുംഭകോണത്തിൽ എന്താണ് നടന്നതെന്ന് നിങ്ങളൊന്ന് പറയുക, ഞങ്ങളൊന്ന് അറിയട്ടെ. അവിടെ വ്യാജരേഖ ഉണ്ടാക്കിയതാണോ നിങ്ങൾ ഈ പറയുന്ന കാര്യം? നിങ്ങളുടെ രൂപതകളിൽ ഒരു തരത്തിലുള്ള കുംഭകോണവും നടന്നിട്ടില്ലേ? ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും നിങ്ങൾ സഭയുടെ പുറത്തായി പഞ്ചക്ഷത മെത്രാന്മാരെ നിങ്ങൾ മാർപ്പാപ്പയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ കത്തോലിക്ക സഭയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ സ്വമേധയാ മഹറോൻ ശിക്ഷയ്ക്ക് വിധേയരായിരിക്കുന്നു. പഞ്ചക്ഷത മെത്രാന്മാരാണ് സീറോ മലബാർ സഭയുടെ ശാപമായി മാറിയിരിക്കുന്നത്. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. എറണാകുളത്തെ കുർബാന പ്രശ്നം അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ കഴിഞ്ഞ 3 വർഷമായി നടക്കുന്ന യുദ്ധാടിസ്ഥാനത്തിലുള്ള തമ്മിലടിയുടെ പ്രശ്നം ഇവിടെ എങ്ങും തീരാതെ ഒരിടത്തുമെത്താതെ മഹാഭാരത കഥയിലെ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം പോലെ നീണ്ടു പോവുകയാണ്. അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്ന പഴമൊഴി പോലെ തൊമ്മൻ അയുമ്പോൾ ചാണ്ടി മുറുകും, ചാണ്ടി മുറുകുമ്പോൾ തൊമ്മൻ അയയും എന്ന രീതിയിലുള്ള ഒരു പോക്കല്ലേ എറണാകുളത്തെ പരിശുദ്ധ ബലിയർപ്പണ പ്രശ്നമെന്ന് ഇപ്പോൾ വിശ്വാസികൾ ചിന്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം നമ്മൾക്കറിയാം, സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പും പെർമനന്റ് സിനഡും കൂടി വത്തിക്കാനിൽ മാർപ്പാപ്പയെ കാണുവാൻ പോയപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് നടത്തിയ അനവസരത്തിലുള്ള വത്തിക്കാൻ റേഡിയോയിലെ ഇന്റർവ്യൂ എല്ലാം ശാന്തമായി പോകുന്നു എന്ന് എല്ലാവരും ചിന്തിച്ച സമയത്ത് അണുബോംബ് പോലെ പൊട്ടിയ വലിയ ഒരു വിവാദമായി മാറിയിരുന്നു. ഇപ്പോൾ അതേ വിവാദം വീണ്ടും തലപൊക്കുകയാണ്. ഇത് മറ്റൊരു രീതിയിലാണ്. കാരണം അവിടെ ഇന്റർവ്യൂ നടത്തി തിരിച്ചു വന്ന മാർ റാഫേൽ തട്ടിലിന് മാർപ്പാപ്പയുടെയും വത്തിക്കാൻ പൗരസ്ത്യ തിരുസംഘത്തിന്റെയും ശക്തമായ താക്കീതും ശാസനയും കിട്ടിയതനുസരിച്ച് എത്രയും വേഗം സീറോ മലബാർ സഭയിലെ പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ കാര്യത്തിൽ വ്യക്തമായ തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശം കിട്ടിയതനുസരിച്ച് ജൂൺ 16-ാം തീയതി അതിനുവേണ്ടി ഒരു ഓൺലൈൻ സിനഡ് കൂടുവാൻ തീരുമാനിക്കുകയും എന്നാൽ ജൂൺ 10-ാം തീയതി മറ്റൊരു ബോംബ് പോലെ ഒരു സംയുക്ത സർക്കുലർ പുറത്താവുകയും ചെയ്ത കാര്യം നമ്മൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഈ പറയുന്ന സർക്കുലർ ജൂൺ 16-ന്റെ സിനഡിൽ ചർച്ച ചെയ്യുവാൻ ആവശ്യമായ രീതിയിൽ തയ്യാറാക്കിയ സർക്കുലർ ആണ് എന്നൊക്കെയാണ് പിന്നീട് വന്ന വാർത്തകൾ. എന്നാൽ ജൂൺ പുറത്തിറങ്ങിയ സർക്കുലറിൽ വ്യക്തമായ ദിശാനിർദ്ദേശങ്ങൾ നൽകുകയും സഭയെ അനുസരിക്കാത്ത, സഭയ്ക്കെതിരെ സമരം നടത്തുന്ന സഭാവിരുദ്ധരായ എറണാകുളം വിമതർക്കെതിരെ ശക്തമായ നടപടികൾ അടങ്ങിയ താക്കീത് ഉൾപ്പെടുന്ന സർക്കുലർ ആയിരുന്നു. ആ സർക്കുലർ വിമതരെ ഒന്നടങ്കം ഞെട്ടിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇവിടെ എറണാകുളത്തെ ലോഹത്തൊഴിലാളികൾ തന്നെയല്ല ഞെട്ടിയത്, അല്ലെങ്കിൽ അവർക്ക് ഓശാന പാടുന്ന എറണാകുളത്തെ പെയ്ഡ് വിമതരായ അൽമായ വിമതർ തന്നെയല്ല ഞെട്ടിയത്. സിനഡിലെ തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ട സിനഡിലെ തന്നെ ചില മെത്രാൻ വേഷധാരികളും ഞെട്ടി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ. കാരണം 16-ാം തീയതിയിലെ സിനഡിൽ വായിക്കേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട സർക്കുലർ 9-ാം തീയതിയാണ് പുറത്തിറങ്ങിയത്. നിങ്ങൾ ആ ഡേറ്റ് നോട്ട് ചെയ്യുക. 9-ാം തീയതി പുറത്തിറങ്ങിയ സർക്കുലറിന് എതിരായിട്ട് 13-ാം തീയതി, അതായത് ജൂൺ 13-ാം തീയതി 5 അംഗ മെത്രാന്മാർ ചേർന്ന് പുറപ്പെടുവിച്ച ഒരു വിയോജന കുറിപ്പ് ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. അതിൽ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ജൂൺ 13 ഇതിൽ ഒപ്പിട്ടിരിക്കുന്ന അല്ലെങ്കിൽ പേര് എഴുതി ചേർത്തിരിക്കുന്ന 5 മെത്രാന്മാരാണ്. ഈ 5 മെത്രാന്മാർ നമ്മൾക്കൊക്കെ അറിവുള്ളതുപോലെ നവരത്ന മെത്രാന്മാർ എന്ന് കുപ്രസിദ്ധി നേടിയ ആ 9 മെത്രാന്മാരിൽ ഉൾപ്പെടുന്ന 5 പേരാണ് ഇവർ നവരത്ന മെത്രാന്മാരല്ല. ഇവർക്കൊരു പുതിയ പേര് വോയിസ് ഓഫ് ട്രൂത്ത് ചാർത്തി കൊടുക്കുകയാണ്. ഇവരുടെ പുതിയ പേരാണ് പഞ്ചക്ഷത മെത്രാന്മാർ.
പഞ്ചക്ഷതമെത്രാന്മാർ. ഈ വാക്ക് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാകും. കർത്താവിന്റെ പഞ്ചക്ഷതങ്ങൾ ഏറ്റുവാങ്ങിയ വിശുദ്ധരെ പറ്റി നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ പഞ്ചക്ഷതമെത്രാന്മാർ കർത്താവിനും തിരുസഭയ്ക്കും ക്ഷതങ്ങൾ ഏൽപ്പിച്ച രീതിയിലാണ് ഇവരെ ഞങ്ങൾ പഞ്ചക്ഷതമെത്രാന്മാർ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പറയുന്ന വിയോജന കുറിപ്പിൽ 12 പോയിന്റുകളാണ് ഈ പറയുന്ന പഞ്ചക്ഷതന്മാർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. വളരെ രസകരവും വിസ്ഫോടനാപരവുമായിട്ടുള്ള പോയിന്റുകളാണ്. നമ്മൾക്കതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് മുൻപ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ പേര് ചാർത്തപ്പെട്ടിരിക്കുന്ന ആരൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഇപ്പോൾ തന്നെ എല്ലാവരും സോഷ്യൽ മീഡിയ വഴി ഇവരുടെ പേരുകളും ഇവരുടെ ഫോട്ടോകളും ഒക്കെ കണ്ടു കഴിഞ്ഞതാണ്. എങ്കിലും അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവരാരൊക്കെയാണ് എന്ന് നോക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഒരു ആർച്ച് ബിഷപ്പ് ഉണ്ട്, 3 മെത്രാന്മാരുണ്ട്, ഒരു സഹായ മെത്രാനുണ്ട്. ആർച്ച് ബിഷപ്പ് മറ്റാരുമല്ല, ഫരീദാബാദ് രൂപതയുടെ അധ്യക്ഷൻ മാർ കുര്യാക്കോസ് ഫർണിക്കുളങ്ങര പിതാവ്. ഇദ്ദേഹത്തെ അല്ലെങ്കിൽ തന്നെ വിമതരുടെ ആള് അല്ലെങ്കിൽ വിമത നേതാവ്, എറണാകുളത്തെ വിമതൻ എന്നൊക്കെ സീറോ മലബാർ വിശ്വാസികൾ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നതാണ്. അത് പലപ്പോഴും അദ്ദേഹം തള്ളിക്കളയുകയും അത് തെറ്റാണെന്ന് സമർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഈ വിയോജനക്കുറിപ്പ് അദ്ദേഹം വലിയ ഒരു വിമതനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ആളും ഫരീദാബാദ് രൂപതയിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ ഫരീദാബാദ് രൂപത വിമത രൂപതയായോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്തുവാൻ ഒക്കത്തില്ല. രണ്ടാമത്തെ ആള് ജോസ് പുത്തൻ വീട്ടിൽ, ഫരീദാബാദ് രൂപതയുടെ സഹായമെത്രാൻ. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ എറണാകുളം രൂപതയിൽ നിന്ന് അടിച്ചോടിച്ച 2 സഹായമെത്രാന്മാരെ പറ്റി പറയേണ്ടി വരും. നിങ്ങൾക്കൊക്കെ അവരെ അറിയാം. ആ 2 പേർ ഇന്ന് മറ്റു 2 രൂപതകളിലാണ്. അതിലൊരു വ്യക്തിയാണ് ജോസ് പുത്തൻ വീട്ടിൽ. ഇദ്ദേഹവും ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. മൂന്നാമത്തെ ആള് മാണ്ഡ്യ രൂപതയുടെ ബിഷപ്പാണ് മാർ സെബാസ്റ്റ്യൻ ഇടയന്തരം. ഇദ്ദേഹം അതിഭീകരനായ ഒരു വിമതനാണെന്നാണ് ഇദ്ദേഹത്തെ പറ്റി അറിവുള്ളവർ പറയുന്നത്. മുൻപോട്ട് വരത്തില്ല, എപ്പോഴും പുറകിൽ നിന്ന് കളിക്കും. പുറകിൽ നിന്ന് കളിക്കുന്നതാണ് ഇദ്ദേഹത്തിന് താല്പര്യമെന്നാണ് ആളുകൾ പറയുന്നത്. ഏതായാലും ഈ മൂന്നാമനും ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. നാലാമത്തെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളൊക്കെ അറിയുന്നയാളാണ് മാർ എഫ്രേം നരികുളം. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഫാദർ ആന്റണി നരികുളം അല്ലെങ്കിൽ മോൺസിഞ്ഞോർ നരികുളത്തിന്റെ സഹോദരനാണ്. സ്വന്തം സഹോദരനെ രക്ഷിക്കുവാൻ അല്ലെങ്കിൽ വിമത നേതാക്കന്മാരുടെ മുൻനിരയിൽ നിൽക്കുന്ന സഹോദരന് കുടപിടിക്കുവാൻ മറു സഹോദരൻ വന്നതിൽ തെറ്റ് പറയാൻ ഒക്കുമോ എന്ന് ചോദിച്ചാൽ അവിടെയും വിശ്വാസികളുടെ ശബ്ദം നഷ്ടപ്പെടുക. ഇവിടെ വിമതനായ എഫ്രേം നരികുളവും ഒപ്പിട്ടിട്ടുണ്ട്. അഞ്ചാമത്തെ വ്യക്തിയാണ് മാർ ജോസ് ചിറ്റൂപ്പറമ്പിൽ, രാജ്കോട്ട് രൂപതയുടെ മെത്രാൻ. ഇദ്ദേഹവും ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇവരൊക്കെ പറയുന്നത് ഞങ്ങളുടെ രൂപത എന്നാണ്. ഞങ്ങളുടെ രൂപതയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ ഇതാ പുലിക്കുട്ടികളെ പോലെ ചാടി ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സേവനം ചെയ്യുന്ന രൂപത നിങ്ങളുടെ രൂപതയല്ലേ? അവിടെ നിങ്ങൾ വാടകക്കാരാണോ? അങ്ങനെ വരുമ്പോൾ വാടകക്കാർക്ക് ആ രൂപതയിൽ ഒരധികാരവും ഇല്ല എന്ന് നിങ്ങൾ ഓർക്കണം പഞ്ചക്ഷതങ്ങളെ. കാരണം നിങ്ങളെ പറ്റിയൊക്കെ നിങ്ങളുടെ തനത് രൂപതകളിൽ അതിഭീകരമായ പരാതികൾ ഉയർത്തുവാൻ വിശ്വാസികൾ തയ്യാറെടുത്ത് നിൽക്കുകയാ. അപ്പോൾ അവര് ചോദിക്കും, ഈ വാടകക്കാരൻ മെത്രാന് ഞങ്ങളുടെ രൂപതയിൽ എന്താണ് കാര്യമെന്ന്. കാരണം നിങ്ങൾ തന്നെ പറയുന്നു ഞങ്ങളുടെ രൂപതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒത്തുകൂടി സംസാരിച്ചു. അപ്പോൾ നിങ്ങൾ ഇപ്പോഴുള്ള രൂപതകൾ നിങ്ങളുടെ രൂപതയല്ല എന്ന് നിങ്ങൾ തന്നെ സ്വയമേ സമ്മതിച്ചിരിക്കുകയാണ്. ഈ പഞ്ചക്ഷത മെത്രാന്മാർ എഴുതി തയ്യാറാക്കിയ വിയോജനക്കുറിപ്പിൽ ഒന്നാമത് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഞങ്ങൾ സിനഡിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. നിങ്ങൾ ഈ സിനഡിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എഴുതി കൂട്ടിയതൊക്കെ എന്താണ് മെത്രാന്മാരെ എന്ന് ആദ്യം ഒരു മറുചോദ്യം ഉന്നയിക്കുവാൻ ആഗ്രഹിക്കുക. അതിനൊപ്പം അവർ പറഞ്ഞ കാര്യമാണ് ഞങ്ങളുടെ രൂപതയിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഉത്കണ്ഠയുള്ളവരും ആശങ്കയുള്ളവരുമാണ്. അങ്ങനെ വരുമ്പോൾ ഇവരോട് ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. ഈ എറണാകുളമാണ് ഇവരുടെ രൂപതയെങ്കിൽ നിങ്ങൾ
ഇപ്പോൾ ഭരണം നടത്തുന്ന രൂപത വാടക ഇനത്തിലുള്ള രൂപതയാണോ എന്ന് നിങ്ങൾ പറയണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എങ്ങനെ എറണാകുളം രൂപതയിലുള്ളവരാകും? ഇവിടെ വൈദികരോ മെത്രാന്മാരോ അല്ലെങ്കിൽ സഭാമേലധ്യക്ഷന്മാരോ അവരുടെ സ്ഥാനമേൽക്കുമ്പോൾ തന്നെ അവരുടെ രൂപതയും അവരുടെ വീടും അവരുടെ കുടുംബവും എല്ലാം സഭയും കർത്താവുമായി മാറുകയാ. അവിടെ നിങ്ങൾക്ക് പിന്നെ സ്വന്തമായിട്ട് ഞങ്ങളുടേതെന്ന് പറയുവാൻ സ്വന്തം ഇടവകയോ സ്വന്തം രൂപതയോ ഇല്ലാതായി തീരുന്നു എന്നാണ് സഭാ പഠനങ്ങൾ തെളിയിക്കുന്നത്. നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു, അതൊരു വൈദികനാണെങ്കിൽ ആ വൈദികൻ ജോലി ചെയ്യുന്ന ഇടവക അല്ലെങ്കിൽ സന്യാസ സമൂഹം, അതാണ് ആ വൈദികന്റെ ഇടവകയും വീടും ബന്ധുക്കാരും ബന്ധുമിത്രാദികളും. മെത്രാൻ എവിടെ നിയമിതനാകുന്നു അതാണ് ആ മെത്രാന്റെ രൂപത. അങ്ങനെ വരുമ്പോൾ ഇത് തന്നെ ഒരു കള്ളത്തരവും വഞ്ചനയുമല്ലേ പഞ്ചക്ഷതങ്ങളെ എന്ന് നിങ്ങളോട് ചോദിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു പ്രസക്തമായ ചോദ്യം, നിങ്ങൾ ബൈബിൾ വിശ്വാസികളെ പഠിപ്പിക്കുവാൻ വേണ്ടി വായിച്ച് തള്ളുന്നതല്ലാതെ ഈ ബൈബിൾ വചനങ്ങൾ ഗ്രഹിക്കാറില്ലേ മെത്രാന്മാരെ എന്നൊരു ചോദ്യമുണ്ട്. കാരണം നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 29 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന വചനമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം പഞ്ചക്ഷത മെത്രാന്മാരെ. കർത്താവ് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും സ്വഭവനമോ സഹോദരങ്ങളെയോ സഹോദരിമാരെയോ അപ്പനെയോ അമ്മയെയോ സ്വത്തുക്കളോ ത്യജിക്കുന്നവർക്ക് ഇവിടെ വെച്ച് തന്നെ അതിന്റെ 100 ഇരട്ടി തിരിച്ചു കിട്ടുമെന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ ഇത് വായിച്ചിട്ടില്ലേ മെത്രാന്മാരെ? അതിനോടൊപ്പം തന്നെ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 61-ഉം 62-ഉം വാക്യങ്ങൾ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം. അവിടെ യേശു ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ എന്നെ അനുഗമിക്കുവിൻ എന്ന് പലരോടും പറഞ്ഞു. അതിലൊരാൾ പറഞ്ഞത്, ഞാൻ പോയി എന്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരാമെന്നാണ്. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ എന്നെ പിന്തുടരുക. മറ്റൊരുവൻ അവനോട് പറഞ്ഞു, ഞാൻ ആദ്യം പോയി എന്റെ വീട്ടുകാരോട് വിട വാങ്ങുവാൻ എന്നെ അനുവദിക്കണമെന്നാണ് കർത്താവ് അവനോട് പറഞ്ഞത്. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവരും സ്വർഗരാജ്യത്തിന് അവകാശികളാകില്ല എന്നാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് പഞ്ചക്ഷത മെത്രാന്മാരെ പറഞ്ഞത്. ആദ്യം ഈ ദൈവവചനം ഒന്ന് നിങ്ങൾ മനസ്സിരുത്തി പഠിച്ച് അതിനെപ്പറ്റി ഒന്ന് ധ്യാനിക്കുക. എന്നിട്ട് പറ, എറണാകുളത്തെ പ്രശ്നത്തിൽ ഇതുപോലെ വന്ന് വിഷം കലക്കി കുളം കലക്കി മീൻ പിടിക്കണമായിരുന്നു എന്ന്. നിങ്ങളുടെ ഈ വിയോജന കത്തിന് ഒരു മറുചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ആദ്യം പറഞ്ഞു മാർ റാഫേൽ തട്ടിലും മാർ ബോസ്കോ പുത്തൂരും കൂടി ഇറക്കിയ സർക്കുലർ 16-ാം തീയതി സിനഡ് കൂടുന്ന സാഹചര്യത്തിൽ എന്തിന് നേരത്തെ ഇറക്കി, അല്ലെങ്കിൽ എന്തിനത് പുറത്താക്കി എന്നാണ് അതേ ചോദ്യം നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുക. 9-ാം തീയതി സർക്കുലർ പുറത്തിറങ്ങി എന്ന് തന്നെ വിചാരിക്കുക. 16-ാം തീയതി സിനഡ് കൂടുമെന്ന് ഉറപ്പുള്ള നിങ്ങൾ 13-ാം തീയതി വിയോജന കുറിപ്പെഴുതി പുറത്താക്കിയത് എന്തിനാണ്? ഇതിനുള്ള മറുപടി നിങ്ങൾ പറഞ്ഞേ മതിയാകൂ. നിങ്ങൾക്കെന്താ 16-ാം തീയതി നടക്കാൻ പോകുന്ന സിനഡിൽ വിശ്വാസമില്ലായിരുന്നോ? അതോ നിങ്ങൾ ഉറക്കത്തിലായിരുന്നോ? അതോ നിങ്ങൾ കോമയിലേക്ക് പോയിരുന്നോ? എന്തായിരുന്നു നിങ്ങൾക്ക് ഇത്ര ധൃതി പിടിച്ച ആവേശമെന്നുള്ള ഉത്തരം നിങ്ങൾ പറയണം പഞ്ചക്ഷതങ്ങളെ എന്നാണ് നിങ്ങളോട് ചോദിക്കുവാനുള്ളത്. ഇതിൽ 3-ാമത്തെ പോയിന്റിൽ പറയുന്നത്, മേജർ ആർച്ച് ബിഷപ്പും മാർപ്പാപ്പയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ മാർപ്പാപ്പ നിങ്ങൾക്ക് നൽകിയ സന്ദേശവും എന്ന് വെച്ചാൽ പെർമനന്റ് സിനഡിനും മേജർ ആർച്ച് ബിഷപ്പിനും മാർപ്പാപ്പ നൽകിയ സന്ദേശം അല്ലെങ്കിൽ മാർപ്പാപ്പ അവരോട് ആവശ്യപ്പെട്ട കാര്യവും, അതോടൊപ്പം മേജർ ആർച്ച് ബിഷപ്പ് വത്തിക്കാന്റെ റേഡിയോയ്ക്ക് കൊടുത്ത സ്വമേധയാ കൊടുത്ത എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്വമേധയാ കൊടുത്ത ഇന്റർവ്യൂവും കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ് തോന്നിയത്. ഈ പറഞ്ഞ 5 പേർക്ക് ആശ്വാസം തോന്നാൻ നിങ്ങൾ അതുവരെ ആശ്വാസമില്ലാതെ നിരാശരായി കഴിയുകയായിരുന്നോ പഞ്ചക്ഷതങ്ങളെ എന്നൊരു ചോദ്യം കൂടി ചോദിക്കുവാൻ ആഗ്രഹിക്കുക.
അപ്പോൾ ഇത് കേൾക്കുന്നത് വരെ നിങ്ങൾ ആശ്വസിക്കാതെ വേവലാതി പൂണ്ട് ഭ്രാന്തി പിടിച്ച് നടക്കുകയായിരുന്നോ എന്ന് നിങ്ങളുടെ രൂപതയിലുള്ള വിശ്വാസികളോട് ചോദിക്കേണ്ടി വരും. ഇവരൊക്കെ എന്ന് വെച്ചാൽ ഈ 5 മെത്രാന്മാർ അവനവന്റെ രൂപതയിൽ വേവലാതി പൂണ്ട് സങ്കടപ്പെട്ട് ഭക്ഷണം കഴിക്കാതെ ആശ്വാസമില്ലാതെ നടക്കുകയായിരുന്നു എന്ന് ഈ വിശ്വാസികൾ പറയട്ടെ, ഈ 5 രൂപതയിലുള്ള വിശ്വാസികൾ പറയട്ടെ എന്നുള്ളതാണ് ഇതിനുള്ള മറുപടി. ഇതിന്റെ കൂടെ ഒരു ചോദ്യം കൂടി, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ മാർപ്പാപ്പ എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് ഈ ആശ്വാസം കിട്ടാൻ വേണ്ടി മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ എന്താ? നിങ്ങൾ മാർപ്പാപ്പയെ അനുസരിക്കേണ്ടെന്നോ? നിങ്ങൾക്ക് തോന്നിയതുപോലെ സാത്താൻ ബലിയർപ്പണം നടത്തിക്കോളാനോ? എന്താണ് മാർപ്പാപ്പ പറഞ്ഞത്? പഞ്ചക്ഷതങ്ങളെ അത് നിങ്ങളൊന്ന് വിശദീകരിക്കുവാണെങ്കിൽ വിശ്വാസികൾക്ക് ഒരു ആശ്വാസമായനെ. നിങ്ങൾക്ക് കിട്ടിയ ആശ്വാസം അവർ കൂടെ കൊടുക്കണ്ടേ മെത്രാന്മാരെ എന്ന് നിങ്ങളോട് ചോദിക്കുകയാ. അതോടൊപ്പം നിങ്ങൾ പറഞ്ഞു വത്തിക്കാൻ റേഡിയോയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പ് കൊടുത്ത ഇന്റർവ്യൂ ആശ്വാസമായെന്ന്. അങ്ങനെ പല പ്രാന്തൻ കാര്യങ്ങളും ഭ്രാന്താവസ്ഥയിൽ ഈ പറയുന്ന മേജർ ആർച്ച് ബിഷപ്പ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹം വായ് പോയ കോടാലി പോലെയാണ്, വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ പറയും. അദ്ദേഹം അതിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സഭാവിരുദ്ധമായിരുന്നു, സഭയെ ഒന്നിപ്പിക്കാനുള്ളതല്ലായിരുന്നു, വിമത ചായ്വുള്ളതായിരുന്നു എന്ന് ഇന്ന് കത്തോലിക്ക സഭ മുഴുവൻ അംഗീകരിച്ച കാര്യമാ. അപ്പോൾ അവിടെയും നിങ്ങളുടെ നമ്പർ പോയല്ലോ പഞ്ചക്ഷതങ്ങളെ. അതിനോടൊപ്പം നിങ്ങളോട് ചോദിക്കുവാനുള്ള ചോദ്യം, പിന്നെ മാർപ്പാപ്പ എന്തു പറഞ്ഞു എന്നാണ് നിങ്ങൾ വിയോജനക്കുറിപ്പിൽ എഴുതി തള്ളിയിരിക്കുന്നത്? നിങ്ങളുടെ സഭ ഒരു സ്വയമധികാര സഭയാണ്. ആയതിനാൽ നിങ്ങൾ തന്നെ ഈ കാര്യങ്ങളിൽ സിനഡിൽ തീരുമാനമെടുത്തുകൊള്ളുവാനോ? അങ്ങനെ വരുമ്പോൾ പഞ്ചക്ഷത മെത്രാന്മാരെ നിങ്ങളോട് ഒരു ചോദ്യമുണ്ട്. മാർപ്പാപ്പ അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ആദ്യം പറയണം, മാർപ്പാപ്പ ഇങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളതിന് എന്ത് തെളിവാ നിങ്ങളുടെ കയ്യിൽ? അങ്ങനെ പെർമനന്റ് സിനഡ് നിങ്ങളോട് പറഞ്ഞു. ഇനി അങ്ങനെ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് കൂടി നിങ്ങൾ ഉത്തരം പറയണം. ഈ കാര്യങ്ങൾ മുഴുവൻ സിനഡ് തീരുമാനിക്കാനായിരുന്നെങ്കിൽ മാർപ്പാപ്പ പിന്നെ എന്തിനാണ് 2 പ്രാവശ്യം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചത് എറണാകുളത്തേക്ക്? മാർപ്പാപ്പ എന്തിനാണ് പേപ്പൽ ഡെലിഗേറ്റിനെ നിയമിച്ചിരിക്കുന്നത്? അവരിപ്പോഴും അതേ സ്ഥാനത്ത് തുടരുന്നവരാണ്. അതിലും വലിയൊരു ചോദ്യം, മാർപ്പാപ്പ എന്തിനാണ് മാർ കരിയലിനെ സ്ഥാനഭ്രഷ്ടനാക്കിയത്? അതിലുപരി മാർപ്പാപ്പ എന്തിനാണ് മുൻ സഭാ തലവനോട് രാജി എഴുതി വാങ്ങി സഭയുടെ പുറത്തേക്ക് പറഞ്ഞു വിട്ടത്? ഇതിനൊക്കെയുള്ള ഉത്തരം നിങ്ങൾ പറഞ്ഞേ മതിയാകൂ. കാരണം നിങ്ങളാണ് പറയുന്നത് ഈ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ തന്നെ തീരുമാനിക്കാൻ മാർപ്പാപ്പ പറഞ്ഞുവെന്നും വത്തിക്കാൻ ഇതിൽ ഇടപെടുന്നില്ല എന്നും. അങ്ങനെ വരുമ്പോൾ വത്തിക്കാൻ ഈ ഇടപെടലൊക്കെ നടത്തിയത് എന്തിനാണ് പഞ്ചക്ഷതങ്ങളെ എന്നുകൂടി നിങ്ങൾ ഒന്ന് പറയുമോ? കൂടെ നിങ്ങൾ പറയുന്നു ഇതിനെല്ലാം പ്രായോഗികമായി പരിഹാരം കാണുവാൻ നിങ്ങളെ മാർപ്പാപ്പ ഏൽപ്പിച്ചിരിക്കുന്നു, അത് നിറവേറ്റുവാൻ ഞങ്ങൾക്ക് ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടെന്ന്. അപ്പോൾ ഒരു ചോദ്യം, ഈ കഴിഞ്ഞ 3 വർഷം നിങ്ങളുടെ ഈ ഉത്തരവാദിത്തം എവിടെ പോയി? നിങ്ങൾ എന്താ കോമയിലായിരുന്നോ? നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ? ഉത്തരവാദിത്തം നിങ്ങൾ മടക്കി പോക്കറ്റിൽ ഇട്ടിരിക്കുകയായിരുന്നു. അതിലുപരി ഫരീദാബാദ് രൂപതാമെത്രാനോട് ഒരു ചോദ്യം പ്രത്യേകിച്ചുണ്ട്. കാര്യം ഈ കോക്കസിന്റെ ലീഡർ താങ്കളാണെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ വരുമ്പോൾ താങ്കളുടെ രൂപതയിൽ ലക്ഷ്മി നഗർ എന്നൊരു ഇടവകയുണ്ട്. അവിടെ ഇപ്പോഴും സാത്താൻ ബലിയർപ്പണമാണല്ലോ ഭരണിക്കുളങ്ങര പിതാവേ നടക്കുന്നത്. സ്വന്തം രൂപതയിൽ നേരെ ചൊവ്വേ കുർബാന ചെല്ലിക്കുവാൻ അറിവില്ലാത്ത താങ്കൾ എറണാകുളത്ത് എന്ത് ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്? അവിടുത്തെ ജനങ്ങളെ തമ്മിത്തല്ലിക്കുവാനാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി പറയണം. ഇങ്ങനെ ഒരു ചോദ്യം ഫരീദാബാദ് രൂപതാധ്യക്ഷനോട് ചോദിക്കാൻ ഒരു കാരണമുണ്ട്, വെറുതെ ചോദിച്ചതല്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ മുഖ്യ മീഡിയയിൽ കാണുവാനിടയായി. അത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഭരണിക്കുളങ്ങര പിതാവ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. നമുക്ക് ഏതായാലും ആ ഇന്റർവ്യൂ ഒന്ന് കേൾക്കാം. ഇദ്ദേഹം എന്താണ് അതിൽ പറയുന്നതെന്ന്. സഭയില് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സംഘർഷങ്ങൾ അല്ലെങ്കിൽ പിളർപ്പെന്ന് പറയാൻ സാധിക്കില്ല, ബുദ്ധിമുട്ടുകൾ വളരെ സൗഹാർദ്ദപരമായിട്ട് സമന്വയ സമീപനത്തോടുകൂടി പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുക. കഴിഞ്ഞ ദിവസം കൂടിയ സിനഡിൻ്റെ തുടർച്ചയായിട്ട് സഭാപിതാക്കന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. എല്ലാവരും കൂടി ചേർന്നിട്ട് ഇതിനൊരു പരിഹാരം കഴിയുന്ന വേഗത്തിൽ കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
നമ്മൾ ഇത് കേട്ടു. ഇതേ മെത്രാന്മാർക്കെതിരായി എന്ന് വെച്ചാൽ ഈ പഞ്ചക്ഷത മെത്രാന്മാർക്കെതിരായി ഒരു വൈദികന്റെ രോക്ഷ പ്രകടനം വോയിസ് ക്ലിപ്പ് രൂപത്തിൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം മുഴുവൻ കേൾപ്പിക്കുവാൻ സമയമില്ല, കാരണം അത് 8-9 മിനിറ്റ് ഉള്ളതാണ്. അതിലെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം നമുക്കൊന്ന് കേട്ടിട്ട് അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. മാനന്തവാടി മെത്രാനായിരിക്കുന്ന മാർ ജോസ് പൊരുന്നേടും വിശുദ്ധ കുർബാന മധ്യേ പറഞ്ഞത്, ഈ തർക്കങ്ങളുടെ എല്ലാം പിന്നിൽ ഈ പ്രശ്നങ്ങളുടെ കാരണം നേതൃത്വത്തിന്റെ ഭാഗമെന്ന നിലയിൽ മെത്രാനായി എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ക്ഷമ ചോദിക്കുന്നതാണ്. ഞങ്ങളുടെ മെത്രാൻ അങ്ങനെ അല്ല എന്ന് വിചാരിച്ചിരുന്നപ്പോൾ മെത്രാന്മാർ മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു. ഞങ്ങളിൽ വിമത രക്തമാണ് എന്ന് പറഞ്ഞ്, ഞങ്ങളിൽ പ്രാദേശികവാദമാണ് എന്ന് പറഞ്ഞ്, ഞങ്ങൾ എറണാകുളംകാരാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ എറണാകുളംകാരായ ഈ മെത്രാന്മാർ, പ്രാദേശികവാദികളായ ഈ മെത്രാന്മാർ മറ്റ് രൂപതകളിൽ മെത്രാന്മാരായിരിക്കാൻ അതിൽ തന്നെ അയോഗ്യരാണ് എന്നതാണ് വസ്തുത. അവർ തന്നെ തെരഞ്ഞെടുത്ത മേജർ ആർച്ച് ബിഷപ്പിനെ അവർ ആക്രമിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു, ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. CCEയുടെ 394, 397 കാനൺ നിയമങ്ങൾ അനുസരിച്ച് വൈദികർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നുവെന്ന് പറയുന്നതിന് മേജർ ആർച്ച് ബിഷപ്പിന് ഉത്തരവാദിത്വമുണ്ട്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഫരീദാബാദ് രൂപതയിലെ കുര്യാക്കോസ് ഭരണകുളങ്ങര എന്ന മെത്രാപ്പോലിത്ത അദ്ദേഹത്തിന്റെ മൂക്കിന്റെ കീഴിൽ ജനാഭിമുഖ കുർബാന ചെല്ലുന്ന തളിയൻ എന്ന അച്ഛന് ലക്ഷ്മി നഗർ പള്ളി വികാരിയായ വൈദികനെ വിലക്കുകയെങ്കിലും ചെയ്യുമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സിറോ മലബാർ സഭയുടെ ഏകീകൃത രീതിയിലുള്ള കുർബാനക്രമം അനുഷ്ഠിക്കേണ്ട സ്ഥലമാണ് ഫരീദാബാദ് രൂപത. അതുകൊണ്ട് ഫരീദാബാദ് രൂപതയിൽ അച്ഛൻ കുർബാന അങ്ങനെ അർപ്പിക്കാൻ പാടില്ല എന്ന് മെത്രാന്റെ അധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കാനും ശാസിക്കാനും നിർദ്ദേശം കൊടുക്കാനും കടമയുണ്ടായിരുന്ന ഫരീദാബാദ് രൂപതയിലെ ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്ന എറണാകുളംകാരൻ എന്ന് അവകാശപ്പെടുന്ന മെത്രാപ്പോലിത്ത, പേരിൽ മെത്രാപ്പോലിത്തയാണ്, പേഴ്സണൽ ടൈറ്റിൽ കിട്ടിയിരിക്കുന്നു. മെത്രാപ്പോലിത്ത എന്തുകൊണ്ട് അത് ചെയ്തില്ല? അപ്പോൾ ഈ എറണാകുളം അതിരൂപത അംഗമായ ഈ മെത്രാപ്പോലിത്തയുടെ നേതൃത്വത്തിലല്ലേ ഈ കുർബാന ഏകീകരണത്തിനെതിരായി പ്രവർത്തിക്കുന്നത് എന്നത് സംശയരഹിതമായ വസ്തുതയാണ്. ഇതൊക്കെ പറയുമ്പോൾ വിശ്വാസികളിൽ ചെറിയൊരു ഭാഗമെങ്കിലും ചോദിക്കും, ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുവാൻ വോയിസ് ഓഫ് ട്രൂത്തിന്റെ കയ്യിൽ എന്താണ് തെളിവ്? ഈ പറയുന്ന വിയോജന കുറിപ്പ് എഴുതിയത് ഈ മെത്രാന്മാർ തന്നെയാണോ എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഇത് എറണാകുളം വിമതരിറക്കിയ മറ്റൊരു ഉഡായിപ്പല്ലേ എന്ന് ചോദിക്കുന്നവരോട് വളരെ ശക്തമായി വ്യക്തമായിട്ട് ബ്രേക്കിംഗ് ന്യൂസ് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇത് വോയിസ് ഓഫ് ട്രൂത്ത് നിങ്ങൾക്ക് വേണ്ടി പുറത്തുവിടുന്ന ബ്രേക്കിംഗ് ന്യൂസ് ആണ്. ഈ 5 മെത്രാന്മാർ തന്നെയാണ് ഈ സർക്കുലർ പ്രിപ്പയർ ചെയ്തതും അതിൽ ഒപ്പിട്ടിരിക്കുന്നതുമെന്ന് ഈ കൂട്ടത്തിലുള്ള ഒരു മെത്രാൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. വോയിസ് ഓഫ് ട്രൂത്തിനോട് വ്യക്തമായിട്ട് ഇവര് തന്നെ എഴുതി തയ്യാറാക്കി ഒപ്പിട്ടിരിക്കുന്ന വിയോജന കുറിപ്പാണ്. അപ്പോൾ ആർക്കും ഇതിലൊരു സംശയം വേണ്ട. സഭയ്ക്കെതിരായിട്ട് പടപ്പുറപ്പാട് നടത്തുവാൻ എറണാകുളം വിമതരോടൊപ്പം അരപ്പട്ട കെട്ടിയ ഇവരും മുൻപിൽ തന്നെയുണ്ടെന്ന് കൃത്യമായി ഇതാ തെളിഞ്ഞിരിക്കുന്നു. എറണാകുളത്ത് നിന്നുള്ള 5 മെത്രാന്മാര് എറണാകുളത്തെ വിശ്വാസികളെയും വൈദികരെയും സംബന്ധിക്കുന്ന കാര്യത്തില് അവിടെ നിന്നുള്ള പിതാക്കന്മാരെന്നുള്ള രീതിയിൽ ഞങ്ങൾക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ വിയോജനവും രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആ രേഖ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ തന്നെ മാർപ്പാപ്പയ്ക്കെതിരെ, കത്തോലിക്ക തിരുസഭയ്ക്കെതിരെ യുദ്ധപ്പുറപ്പാട് നടത്തിയ ഈ 5 മെത്രാന്മാരും അതിനാൽ തന്നെ മഹറോൻ ശിക്ഷയ്ക്ക് വിധേയരാകേണ്ടതാണ് എന്നുള്ളതാണ് സത്യം. ഇവരുടെ പോയിന്റ് നമ്പർ 4 പറയുന്നത് ഈ സർക്കുലർ എന്ന് വെച്ചാൽ മേജർ ആർച്ച് ബിഷപ്പ് പുറത്തിറക്കിയ സർക്കുലർ മധ്യയുഗത്തെ പുനർജീവിപ്പിക്കുന്നു എന്ന് വെച്ചാൽ പഴയ കാലത്തെ തിരിച്ചു കൊണ്ടുവരുന്നു. 2ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം നാടാടെ പോലും മഹറോൻ ശിക്ഷയെന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല എന്നാണ് ഈ പഞ്ചക്ഷത മെത്രാന്മാർ പറയുന്നത്. അത് തന്നെ ഇവരുടെ വിവരദോഷമെന്ന് മാത്രമേ പറയാനൊക്കത്തുള്ളൂ. അമേരിക്കയിലുള്ള ഒരു കർദ്രാനെ ഉൾപ്പെടെ സഭ പുറത്താക്കിയിട്ടുണ്ടെന്നുള്ള ചരിത്രം ഇവർക്ക് എന്തുകൊണ്ട് അറിയത്തില്ല എന്നുള്ളത് ഈ പഞ്ചക്ഷതകളൊന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടി മനസ്സിലാകും. 2ാമത്തെ കാര്യം, മുഖ്യമായിട്ടുള്ള കാര്യം, കത്തോലിക്ക തിരുസഭ സഭയുടെ മാർപ്പാപ്പയെ തന്നെ മഹറോൻ ചൊല്ലിയിട്ടുണ്ട്. പഞ്ചക്ഷതങ്ങളെ അറിയത്തില്ലെങ്കിൽ ആദ്യം അത് പഠിക്കുക.
മരണശേഷമാണെങ്കിൽ പോലും കത്തോലിക്ക തിരുസഭയുടെ മാർപ്പാപ്പയെ തന്നെ മഹറോൻ ചൊല്ലിയ ചരിത്രമുള്ളപ്പോൾ നിങ്ങൾ ആരാണ്? നിങ്ങൾ 5 പേരെയും മഹറോൻ ചെല്ലാൻ കത്തോലിക്ക സഭയ്ക്ക് വലിയ സമയമൊന്നും വേണ്ട. നിങ്ങളിൽ തന്നെ മഹറോൻ ശിക്ഷയ്ക്ക് വിധേയരായി തീർന്നിരിക്കുകയാണ്. കാരണം നിങ്ങൾ സഭയ്ക്കും മാർപ്പാപ്പയ്ക്കുമെതിരെ തെറ്റ് ചെയ്തിരിക്കുന്നു. മാർപ്പാപ്പ നടത്തണമെന്ന് ആവശ്യപ്പെട്ട കാര്യത്തിന് എതിരെ നിങ്ങൾ കൊടി പിടിച്ചിരിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളും മഹറോൻ ശിക്ഷയ്ക്ക് വിധേയരാണ്. ചുരുക്കി പറഞ്ഞാൽ മുണ്ടാടൻ ഉൾപ്പെടെയുള്ള എറണാകുളത്തെ ലോഹത്തൊഴിലാളികൾ സഭയ്ക്ക് പുറത്തു പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങളാണ് സഭയ്ക്ക് പുറത്തു പോകാൻ യോഗ്യരെന്നുള്ളത് നിങ്ങൾ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. അടുത്തത് ഇവർ പറയുന്നത് ഇത്തരം ഒരു സർക്കുലർ ഇറക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പിനോട് നിർദ്ദേശിക്കുവാൻ വത്തിക്കാൻ കാര്യാലയത്തിന് എങ്ങനെ കഴിയുന്നു എന്ന് ഞങ്ങൾ അത്ഭുതപ്പെടുന്നു. ഈ അത്ഭുതമൊക്കെ നിങ്ങളിങ്ങനെ പാത്ത് പതുങ്ങി പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നോ പഞ്ചശതങ്ങളെ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഈ അത്ഭുതം നിങ്ങൾക്ക് കരിയിൽ മെത്താനെ മാറ്റിയപ്പോൾ എന്തുകൊണ്ട് തോന്നിയില്ല? അതും വത്തിക്കാൻ തന്നെയല്ലേ മാറ്റിയത്. ഈ അത്ഭുതം മേജർ ആർച്ച് ബിഷപ്പിനോട് രാജി എഴുതി വാങ്ങി അദ്ദേഹത്തെ പുറത്തേക്കുള്ള വഴി കാണിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് തോന്നിയില്ല? അപ്പോൾ നിങ്ങൾ ഉറക്കത്തിലായിരുന്നോ? അതോ നിങ്ങൾ കോമയിലേക്ക് പോയിരുന്നോ? ഇപ്പോൾ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ അത്ഭുതപ്പെടാൻ മാത്രം എന്താണ്? കത്തോലിക്ക തിരുസഭയ്ക്ക് സീറോ മലബാർ സഭയുടെ മുകളിൽ പൂർണ്ണമായ അധികാരമുണ്ടെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ നാട്ടുരാജാക്കന്മാരോ മാടമ്പികളോ അല്ല മെത്രാന്മാരെ, പ്രത്യേകിച്ച് പഞ്ചശത മെത്രാന്മാരെ. അടുത്ത പോയിന്റിൽ പറയുന്നത് ഈ വിധി പ്രസ്താവന അംഗീകരിക്കുവാൻ ഞങ്ങളുടെ മനസാക്ഷി അംഗീകരിക്കുന്നില്ലെന്നാണ് ഈ 5 പേരും കൂടി എഴുതി തള്ളിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. നിങ്ങൾ സിനഡിന്റെയോ മേജർ ആർച്ച് ബിഷപ്പിന്റെയോ തീരുമാനങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങളെ നിങ്ങളുടെ രൂപതയിലുള്ള വിശ്വാസികൾ എന്തിനംഗീകരിക്കണം? നിങ്ങളുടെ തീരുമാനങ്ങളെ നിങ്ങളുടെ രൂപതയിലുള്ള വൈദികർ എന്തിനംഗീകരിക്കണം? നിങ്ങളെ എന്തിനനുസരിക്കണം എന്നുകൂടി നിങ്ങൾ പറയണം. നാളെ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങളുടെ രൂപതയിൽ എടുത്താൽ അവിടെ വിശ്വാസികൾ നിങ്ങൾക്കെതിരെ കൊടി പിടിച്ചാൽ, നിങ്ങൾക്കെതിരെ ഇതുപോലെ വിയോജന കുറിപ്പുകൾ എഴുതി പത്രങ്ങളിൽ കൊടുത്താൽ എങ്ങനെയിരിക്കും? നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുകൂടി ഒന്ന് തുറന്നു പറയാമോ പഞ്ചക്ഷത മെത്രാന്മാരെ? പോയിന്റ് നമ്പർ 5 ഇതിൽ ഇവർ പറയുന്നത് ഏറ്റവും വലിയ ശിക്ഷ തന്നെ എന്ന് വെച്ചാൽ മഹറോൻ ശിക്ഷയ്ക്ക് വിധേയരാകുമെന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലറിൽ പറയുന്നുണ്ട്. ആ ശിക്ഷ തന്നെ കൊടുക്കുന്നത് എങ്ങനെ ന്യായീകരിക്കുമെന്നാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ഒരു മറുചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുക. നിങ്ങൾ എന്താണ് ഈ 5 പേരും മുതു പൊട്ടന്മാരാണോ? അതോ ചിന്താശക്തി നഷ്ടപ്പെട്ടോ? അതോ സഭയെ പറ്റിയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? നിങ്ങൾ എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ഒരിക്കൽ കൂടിയെങ്കിലും തിരിച്ചൊന്ന് ചോദിക്കണം. ഇവിടെ സഭയുടെ അടിസ്ഥാന വിശ്വാസമായ പരിശുദ്ധ ബലിയർപ്പണത്തെ അവഹേളിക്കുകയും മാരത്തോൺ ബലിയർപ്പണം നടത്തി പരിശുദ്ധ ബലിയർപ്പണത്തെ വ്യഭിചരിക്കുകയും ചെയ്തവർക്ക് ഇതിൽ ചെറിയ ശിക്ഷ എന്താണ് നൽകേണ്ടത്? പഞ്ചക്ഷത മെത്രാന്മാരെ? അതോ നിങ്ങളെ പോലെ അവരെയും മെത്രാന്മാരാക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് അല്പമെങ്കിലും നാണവും ലജ്ജയും ഉളിപ്പുമുണ്ടോ എന്നാണ് വിശ്വാസികൾ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ അടുത്ത പോയിന്റ് പറയുന്നത് സീറോ മലബാർ സഭയുടെ പരിശുദ്ധ ബലിയർപ്പണത്തിലെ റൂബ്രിക്സ്, അതായത് സഭയുടെ പാരമ്പര്യത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായ അടയാളങ്ങളും അർപ്പണ രീതികളും വിശ്വാസത്തിന്റെയും ധാർമ്മികതയുടെയും ഭാഗമല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളെ പറ്റി എന്താണ് പറയേണ്ടത്? നിങ്ങൾ ശരിക്കും സീറോ മലബാർ സഭയുടെ കത്തോലിക്ക സഭയുടെ മെത്രാന്മാർ തന്നെയാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. കാരണം സഭയുടെ അടിസ്ഥാനമായിട്ടുള്ള സഭാ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുവാൻ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുമ്പോൾ, പിന്നീട് വന്ന എല്ലാ മാർപ്പാപ്പമാരും പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് അത് സഭയുടെ വിശ്വാസത്തിന്റെയും ധാർമ്മികതയുടെയും ഭാഗമല്ല എന്നുള്ളതാണ്. ഇതിനാൽ തന്നെ നിങ്ങൾ സഭയുടെ പുറത്താണ് പഞ്ചശത മെത്രാന്മാരെ എന്നാണ് വളരെ സ്നേഹപൂർവം വിനീതമായിട്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ പറയുന്ന 6ാമത്തെ പോയിന്റ്, ജൂൺ 9-ാം തീയതി ഇപ്പറഞ്ഞ സർക്കുലർ ചാൻസലർ വഴിയായിട്ട് എങ്ങനെ ചോർന്നു എന്നുള്ളതാണ്. ഇതേ ചോദ്യം തന്നെയാണ് നിങ്ങളോടും ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്. 16-ാം തീയതി സിനഡ് കൂടുമെന്ന് ഉറപ്പുണ്ടായിട്ടും
നിങ്ങൾ 13-ാം തീയതി ഒരു വിയോജനക്കുറിപ്പ് എഴുതി അത് പുറത്താക്കിയത് എന്തിനാണ്? ഇത്ര ധൃതി എന്തായിരുന്നു? ഇത്ര ആവേശം എന്തായിരുന്നു എന്നുകൂടി നിങ്ങൾ പറയേണ്ടി വരും. പോയിന്റ് നമ്പർ 7, നിങ്ങൾ ചോദിക്കുന്നു വിമതരോട് ചർച്ച ചെയ്യാതെ തിടുക്കത്തിൽ എന്തിനാണ് സർക്കുലർ ഇറക്കിയതെന്ന്. അത് സഭയുടെ കാര്യമാ, സഭയുടെ തീരുമാനമാ, മേജർ ആർച്ച് ബിഷപ്പിന്റെ തീരുമാനമാണ്. പൂച്ചയ്ക്ക് എന്താണ് പൊന്നുരുക്കുന്നിടത്ത് കാര്യം എന്നാണ് ഒരു മറുചോദ്യം ഇതിന് നിങ്ങളോട് ചോദിക്കുവാനുള്ളത്. പോയിന്റ് നമ്പർ 8, നിങ്ങൾ ചോദിക്കുന്നു ഈ മുഴുവൻ പരിപാടികളുടെയും സൂത്രധാരകൻ ആരാണ് എന്നുള്ളത്. ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഈ മുഴുവൻ പരിപാടികളുടെയും, ചുരുക്കി പറഞ്ഞാൽ എറണാകുളത്തെ വിധ്വംസക പരിപാടികളുടെ, എറണാകുളത്തെ സഭാവിരുദ്ധതയുടെ മുഴുവൻ ഉത്തരവാദികളും നിങ്ങൾ ഈ പറയുന്ന 5 പേര് മാത്രമാണ് എന്നുള്ളതല്ലേ മെത്രാന്മാരെ അതിനുള്ള ഉത്തരം? പോയിന്റ് നമ്പർ 9 നിങ്ങൾ പറയുന്നത് ഏകീകൃത ബലിയർപ്പണം തിടുക്കത്തിൽ നടപ്പിലാക്കരുത് എന്ന് ഞങ്ങൾ നേരത്തെയും വിയോജനക്കുറിപ്പ് എഴുതിയിരുന്നു, എന്നാൽ അത് നിങ്ങൾ ചർച്ചയ്ക്ക് പോലും എടുത്തില്ല എന്നുള്ളതാണ് നിങ്ങൾ സിനഡിനോട് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ സഭയിലെ ഇന്നത്തെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം, എറണാകുളത്തെ സഭാവിരുദ്ധതയ്ക്ക് കാരണം നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ സ്വയമേ ഇവിടെ സമ്മതിച്ചിരിക്കുകയാണ് പഞ്ചക്ഷത മെത്രാന്മാരെ എന്നാണ് നിങ്ങളോട് പറയുവാനുള്ളത്. പോയിന്റ് നമ്പർ 10 നിങ്ങൾ പറയുന്നത് എറണാകുളത്ത് നടന്ന ഭൂമി കുംഭകോണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ എന്താണ് നടന്നതെന്ന് നമ്മൾക്കൊക്കെ അറിവുള്ളതാണല്ലോ. ഒരു മറുചോദ്യം, എന്താണ് മെത്രാന്മാരെ നടന്നത്? ഭൂമി കുംഭകോണത്തിൽ എന്താണ് നടന്നതെന്ന് നിങ്ങളൊന്ന് പറയുക, ഞങ്ങളൊന്ന് അറിയട്ടെ. അവിടെ വ്യാജരേഖ ഉണ്ടാക്കിയതാണോ നിങ്ങൾ ഈ പറയുന്ന കാര്യം? അതിനോടൊപ്പം തന്നെ നിങ്ങളോടൊരു ചോദ്യം, നിങ്ങളുടെയൊക്കെ രൂപതകളിൽ ഇങ്ങനെ ഒരു രീതിയിലും കുംഭകോണമൊന്നും നടന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണോ? ഈ ചോദ്യം നിങ്ങളോടാണെങ്കിലും ഉത്തരം പറയേണ്ടത് നിങ്ങളല്ല, നിങ്ങളുടെ രൂപതകളിലുള്ള വിശ്വാസികളാണ് ഉത്തരം പറയേണ്ടത്. ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ 4 രൂപതകളിലെ വിശ്വാസികളോട് ചോദിക്കുവാനുള്ള ചോദ്യം, നിങ്ങളുടെ രൂപതകളിൽ ഒരു തരത്തിലുള്ള കുംഭകോണവും നടന്നിട്ടില്ലേ? ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും നടന്നിട്ടില്ലേ എന്ന് വിശ്വാസികളായ നിങ്ങൾ പറയണം. അതാണ് ഈ പഞ്ചക്ഷത മെത്രാന്മാർക്കുള്ള ശരിക്കുള്ള മറുപടി എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പോയിന്റ് നമ്പർ 11, മെത്രാൻ സിനഡലാകുന്നതിൽ പൂർണ്ണ പരാജയമെന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ പറഞ്ഞേക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. സിനഡ് പരിപൂർണ പരാജയമാണ്. ഇപ്പോഴത്തെ സീറോ മലബാർ സിനഡ് എറണാകുളം വിമതർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പരിപൂർണ പരാജയം. മാർപ്പാപ്പയുടെ കൽപ്പന അനുസരിക്കുന്നതിലും അനുസരിപ്പിക്കുന്നതിലും പരിപൂർണ പരാജയം. നിങ്ങൾ അത് സ്വയമേ സമ്മതിച്ചു തന്നിരിക്കുന്നു. നിങ്ങളുടെ വിയോജനക്കുറിപ്പിലെ 12ാമത്തെയും അവസാനത്തെയും പോയിന്റിൽ നിങ്ങൾ പറയുന്നത് എറണാകുളത്തെ വിമതർക്കെതിരായിട്ടുള്ള എല്ലാ നടപടികളെയും, അത് മഹറോൻ ശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികളിൽ നിങ്ങൾ നിങ്ങളുടെ എതിർപ്പും വിയോജനവും അറിയിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരൊറ്റ പോയിന്റ് കൊണ്ട് തന്നെ നിങ്ങൾ സഭയുടെ പുറത്തായി പഞ്ചക്ഷത മെത്രാന്മാരെ. കാരണം ഇത് മാർപ്പാപ്പയുടെ തീരുമാനമാ, ഇത് കത്തോലിക്ക സഭയുടെ തീരുമാനമാ. അപ്പോൾ ആ തീരുമാനത്തിന് വിയോജനക്കുറിപ്പ് എഴുതുന്നത് വഴി, ആ തീരുമാനത്തിന് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് വഴി നിങ്ങൾ മാർപ്പാപ്പയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ കത്തോലിക്ക സഭയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ സ്വമേധയാ മഹറോൻ ശിക്ഷയ്ക്ക് വിധേയരായിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് മറ്റുള്ള ഒരു കാര്യത്തിലും അഭിപ്രായം പറയാൻ പോലും യോഗ്യതയില്ല. അപ്പോൾ ഈ പറയുന്ന 4 രൂപതയിലെ വിശ്വാസികൾ ചിന്തിക്കണം, നിങ്ങളുടെ മെത്രാന്മാർ വിമതരായിരിക്കുന്നു, നിങ്ങളുടെ മെത്രാന്മാർ സഭയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ മെത്രാന്മാർ മാർപ്പാപ്പയ്ക്കെതിരെ കൊടിയെടുത്തിരിക്കുന്നു, അങ്ങനെ തന്നെ സഭാവിരുദ്ധരായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ എറണാകുളം വിമതരല്ല പ്രശ്നം, ഈ പറഞ്ഞ പഞ്ചക്ഷത മെത്രാന്മാരാണ് സീറോ മലബാർ സഭയുടെ ശാപമായി മാറിയിരിക്കുന്നത് എന്ന് അവർ തന്നെ തെളിയിച്ചിരിക്കുകയാണ് ഈ വിയോജന കുറിപ്പ് വഴി. അവസാനമായി വിശ്വാസികൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, അത് സിനഡിനോടാണ്. ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത സിനഡ്, നിങ്ങൾക്ക് ഇനിയും ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു പരിപാടി, ഒരേ ഒരു വഴി, അത് ഇത് മാത്രമാണ്. 1999 സിനഡൽ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട്
അതിനെ നിങ്ങൾ റദ്ദ് ചെയ്യുക. അതാണ് ഇനിയും സഭയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമായി നിങ്ങളുടെ കയ്യിലുള്ളത്. അങ്ങനെ വരുമ്പോൾ ജനങ്ങളെ നോക്കി കുർബാന അർപ്പിക്കേണ്ടവർക്ക് അങ്ങനെയാകാം, പൂർണ്ണമായി മതവക രീതിയിലുള്ള കുർബാന അർപ്പിക്കേണ്ടവർക്ക് അങ്ങനെയാകാം, 50-50 നടത്തേണ്ടവർക്ക് അങ്ങനെയുമാകാം, അല്ലെങ്കിൽ പാറേക്കാട്ടലിന്റെ ഭാരത പൂജ നടത്തേണ്ടവർക്ക് അങ്ങനെയുമാകാം. ഇത് മാത്രമേ സിനഡ് നിങ്ങൾക്കിനി ഒരു വഴിയുള്ളൂ. കാരണം നിങ്ങൾ മാർപ്പാപ്പയെ അംഗീകരിക്കാൻ പോലും തയ്യാറല്ലെന്ന് നിങ്ങളുടെ സിനഡിലെ തന്നെ മെത്രാന്മാർ ഇതാ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുക. ഇനി വിശ്വാസികൾക്ക് എന്താണ് മറ്റൊരു വഴി? വിശ്വാസികൾ സ്വയം ചിന്തിക്കട്ടെ. നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ ഇനി കർത്താവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അവന്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കാം എന്നല്ലാതെ മറ്റൊരു ശുഭാപ്തി ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലും ഒന്നുമില്ല. അല്ലെങ്കിൽ മാർപ്പാപ്പയും വത്തിക്കാനും അവരുടെ വടിയും എടുത്ത് നേരിട്ട് സീറോ മലബാർ സഭയിലേക്ക് വരേണ്ടി വരും. അങ്ങനൊരു വഴി തെളിഞ്ഞു കിടപ്പുണ്ട്. അത്തരമൊരു വഴി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾക്കും തോന്നുവാൻ കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന കൃത്യമായ വിവരമനുസരിച്ച് ഞങ്ങൾ കിട്ടുന്ന വിവരമാണ്. ഇത് കൺഫേം ചെയ്യുവാൻ ഞങ്ങൾ തയ്യാറല്ല എങ്കിൽ പോലും സത്യമാണ് എന്നുള്ളതാണ് വിശ്വാസികളെ പോലെ ഞങ്ങളുടെയും ചിന്ത. ഞങ്ങൾക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഈ വിയോജനക്കുറിപ്പ് എഴുതിയ 500 മെത്രാന്മാർക്ക് വത്തിക്കാനിൽ നിന്ന് കർശനമായ താക്കീതും വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള അറിയിപ്പും കിട്ടിക്കഴിഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. ഇത് എത്ര കണ്ട് സത്യമുണ്ടെന്നുള്ളത് ഈ 500 മെത്രാന്മാർ തന്നെ മുൻപോട്ട് വന്ന് പറയണം. നിങ്ങൾക്ക് വത്തിക്കാനിൽ നിന്ന് നിങ്ങളുടെ വിയോജനക്കുറിപ്പിനെതിരായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സഭയ്ക്കെതിരെ യുദ്ധപ്പുറപ്പാടിന് ഒരുങ്ങിയതറിഞ്ഞ് വത്തിക്കാൻ നിങ്ങളെ ശാസിച്ചോ, നിങ്ങളിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെട്ടോ എന്ന് ഈ 500 മെത്രാന്മാരോട് ചോദിക്കുവാൻ ഞങ്ങൾ വിശ്വാസികളോടൊപ്പം നിന്ന് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങൾക്ക് വേണ്ടി തരുവാനുള്ളത്, ഈ 5 മെത്രാന്മാരുടെ വിയോജനക്കുറിപ്പ് കണ്ട് ഭയപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പ് വത്തിക്കാനിലേക്ക് ഒരു കത്തെഴുതി എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. അതനുസരിച്ച് അദ്ദേഹം ഇറക്കിയ സർക്കുലർ പിൻവലിക്കുവാൻ അനുവദിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഞങ്ങൾക്ക് ഓഗസ്റ്റ് മാസം നടക്കുന്ന സിനഡ് വരെ സമയം തരണം. അതിനു മുമ്പ് എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കി ഏകീകൃത ബലിയർപ്പണം നടത്താമെന്നൊക്കെയാണ് മേജർ ആർച്ച് ബിഷപ്പ് വത്തിക്കാനെ അറിയിച്ചത് എന്നാണ് അറിയുവാൻ സാധിച്ചത്. എന്നാൽ വത്തിക്കാനിൽ നിന്ന് മേജർ ആർച്ച് ബിഷപ്പിന് ശക്തമായ താക്കീതോടുകൂടിയുള്ള അന്തിമ ശാസനം കിട്ടിക്കഴിഞ്ഞു. അതിൽ പറയുന്നത്, ഞങ്ങൾക്ക് കിട്ടുന്ന അറിവനുസരിച്ച് അതിൽ പറയുന്നത്, ജൂലൈ 3 മുൻപ് ഏകീകൃത ബലിയർപ്പണം നടത്തുവാൻ എറണാകുളത്തുള്ള സഭാവിരുദ്ധരായിട്ടുള്ള വൈദികർ തയ്യാറാകുന്നില്ലെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാത്ത പക്ഷം ജൂലൈ 31 താങ്കൾ തങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെടും. രാജി സമർപ്പിച്ച് പുറത്തു പോയി വിശ്രമിക്കൂ എന്നുള്ള അന്തിമ ശാസനം മേജർ ആർച്ച് ബിഷപ്പിന് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. ഇതെവിടം വരെ സത്യമാണെന്നുള്ളത് മേജർ ആർച്ച് ബിഷപ്പ് തന്നെ പറയണം. താങ്കൾ വത്തിക്കാനിലേക്ക് ലെറ്റർ എഴുതിയിരുന്നോ, അതിന് ഇങ്ങനെ ഒരു മറുപടി കിട്ടിയിരുന്നോ എന്നറിയുവാൻ വിശ്വാസികൾക്ക് താല്പര്യമുണ്ട്, വിശ്വാസികൾക്ക് ആഗ്രഹമുണ്ട്. എന്തൊക്കെയായാലും വത്തിക്കാനിൽ നിന്നുള്ള നടപടി വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നു. അത് നടക്കട്ടെ. വത്തിക്കാന്റെ 3ാമത്തെ പ്ലാൻ നിലവിൽ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ സ്വരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളെ എഴുതി അറിയിക്കുക. മറ്റൊരു പ്രോഗ്രാമുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.